ഭാഗവതി മാമ ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ, അതുകൊണ്ടാ. മാമൻ വിഷമിക്കേണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ മാമാ. DGPയുടെ മോളെ, ഇന്നെന്റെ കുട്ടന്മാര് പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വലിയ പത്രാസുകാരിയായിരിക്കുന്നു. ആണോ? വലക്കല്ലേ മോളെ. ഏയ് നല്ലവളാ. മോന്ത കണ്ടറിയില്ലേ? ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ. നമുക്ക് അനുപല്ലവല്ലേ കടക്കാം. എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുന്നുള്ള പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിൽ ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്നാ വനിതാ പോലീസ് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്നാടോ? ലത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്ക് പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിനോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ട്രൂപ്പ്. കമ്മീഷണർ ഓഫീസിൽ പാട്ട് കൂത്തും എന്ത് തോന്നിയാകാത്തും സാർ. ആട്ടെ, പാടിയ പാട്ട് അമീർ കല്യാണി അല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറെ കുത്തയ്യാതെ എഴുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? എടോ, കാക്കയ്ക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കയ്ക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ ആകമാനത് കല്ലല്ല ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ച് പൊളിക്കണോ കമ്മീഷണറെ? നമുക്ക് പറ്റിയ DG സാർ. മാന്യരെ, എന്റെയും പരേതയായ പാർവതി അമ്മയുടെയും മകൻ G. സഞ്ജീവൻ സിറ്റി പോലീസ് കമ്മീഷണർ വിവാഹിതനാവുകയാണ്. Mr. Rajashekharan Nair IPS and Mrs. Lakshmi Rajashekharan Nair cordially invite you with family to the marriage of their daughter LR Geetu. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ കുളിക്കാൻ. യെസ്, കം ഇൻ. പുതുപ്പെണ്ണത ഈ വേഷത്തില്. ഇപ്പഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ടുസാരിയും വലിച്ചു വാരി ചുറ്റി കുറെ ആഭരണം ഇട്ട് എന്തൊരു ചൂടായിരുന്നു, വേറെ തൊഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി കൊടുക്കുന്നത്.
യാ ഫോർ ദ ഫസ്റ്റ് ടൈം. AC ഇല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ലീവിലാ. അതല്ല, AC, എയർ കണ്ടീഷണർ. അയ്യോ, അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ? കമ്മീഷണറുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്നേ DGPക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. AC വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടത് വാങ്ങിപ്പിക്കോ? എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വളർത്തിയത് സഹോദരിമാരെ പോലല്ല, സ്വന്തം മക്കളെ പോലെ. അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്ക് എല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞങ്ങളുടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തൂൻ മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ? എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ? ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്? ഇടുക്കിയിൽ ഭൂമി കുലുക്കം. മലവെള്ളപ്പാച്ചിലിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്ന് സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടോ. രാവിലെ കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപിഎസിന്റെ പ്രേമ സാഹിത്യം കലക്കിയോ? അപ്പൊ എടുത്തതിൽ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടപ്പം എടുത്തിയാണെന്ന് ധരിച്ച് ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തിയൊന്ന് കേൾക്കണമായിരുന്നു. നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങൾ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്. ഇവള് പുരയടിച്ച് നിരത്തുവോ? എന്താ ഇത് ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ? എന്താ പേടിച്ചു പോയോ? ഇതാ ഗീതു. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ. ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുവിന്റെ ഒരു നമ്പരാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ?